ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ രാധമാധവ ജയ കുഞ്ച വിഹാരി. ജയ രാധമാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ യശോദാനന്ദന പ്രജയ നരഞ്ജന. ജയ യശോദാനന്ദന പ്രജയ നരഞ്ജന. യമുനതിരാവനചാരി. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ യശോദാനന്ദന ജയ നരഞ്ജന. യമുനതിരാവനചാരി. യമുനതിരാവനചാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലെ ശ്രീമതേ മഹാവിഷ്ണു സ്വാമിനേ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമ്നേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാർമ്മി. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇനി ശ്ലോകത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ശ്ലോകം ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 3 ശ്രീകൃഷ്ണൻ സർവ അവതാരങ്ങളുടെയും സ്രോതസ്. ശ്ലോകം നമ്പർ 28 പ്രധാനപ്പെട്ട ശ്ലോകമാണ്. എല്ലാവരും ഈ അധ്യായത്തിന്റെ തന്നെ കാതലാണിത്. ശ്ലോകം ഞാൻ വായിക്കാം. ഏതേചാം സകലാ പുംസാം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഇന്ദിരാരി വ്യാകുലം ലോകം നടയന്തി യുഗേ യുഗേ. ഏതേചാം സകലാ പുംസാം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഇന്ദിരാരി വ്യാകുലം ലോകം നടയന്തി യുഗേ യുഗേ. വാക്കുകളുടെ അർത്ഥം: ഏതേ ഇവയൊക്കെ, ച അംശങ്ങൾ, കലാഹ പൂർണ്ണ അവതാരങ്ങളുടെ അംശങ്ങൾ, പുംസഃ പരമപുരുഷൻ, കൃഷ്ണ ഭഗവാൻ, തു എന്നാൽ ഭഗവാൻ പരമദിവ്യത്വ പുരുഷൻ, സ്വയം. ഇന്ദിര അരി. ഹരേ കൃഷ്ണ.
विवर्तासं त्रिनयं चरविसमप्रभं रश्मिलिङ्गितवामाङ्गविभूतिविरूपाश्रितं ततोत्कृतं कोमलाकं स्वर्णकुण्डलशोभितं श्रियोऽसि शोभितो रक्षकं रत्नचूडं ഹരേ കൃഷ്ണ. ഹരിമാജി ഒന്ന് ഹരിമാജി മ്യൂട്ട് ചെയ്യാവോ? प्रददन्तं शङ्खचक्रादिभिः ഹരേ കൃഷ്ണ. सर्वकोटिस्तम्भवासात्मनं ഹരേ കൃഷ്ണ. സ്വയം സ്വയം, ഇന്ദിര അരി, ഇന്ദിര വൈരികൾ, വ്യാകുലം പ്രക്ഷുബ്ധമായി, ലോകം സർവഗ്രഹങ്ങളും, മിടയന്തി സംരക്ഷണം നൽകുന്നു, യുഗേ യുഗേ വ്യത്യസ്ത യുഗങ്ങളിൽ. ശ്രീല പ്രഭുപാദ്ജിക്ക് ജയ്. വിവർത്തനം ഭാവാർത്ഥം. മുകളിൽ പ്രതിപാദിച്ച സർവാവതാരങ്ങളും പൂർണ്ണാധികാരമുള്ള പൂർണ്ണാംശങ്ങളുടെ അംശങ്ങളോ ആണ്. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ യഥാർത്ഥ പരമദൈവത്വ പുരുഷൻ ആകുന്നു. നാസ്തികന്മാർ എപ്പോഴൊക്കെ പ്രശ്നമുണ്ടാക്കുന്നുവോ അപ്പോഴൊക്കെ അവർ ഭൂമിയിൽ അവതരിക്കുകയും ആസ്തികന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം: ഈ വിശേഷ ഉദ്ധരണി ശ്രീകൃഷ്ണ ഭഗവാനെ, പരമദൈവോത്തമ പുരുഷനെ മറ്റ് അവതാരങ്ങളിൽ നിന്നും വേർതിരിച്ചു കാണിക്കുന്നു. അദ്ദേഹത്തെ അവതാരങ്ങളുടെ മധ്യേ ചേർത്തിരിക്കുന്നു. എന്തെന്നാൽ അദ്ദേഹത്തിന്റെ അഹൈതുകമായ കൃപയാൽ സ്വയം അതീന്ദ്രിയ ധാമത്തിൽ നിന്നും അവരോഹണം ചെയ്ത് അവതരിക്കുന്നു. അവരോഹണം ചെയ്യുന്നവൻ എന്നാണ് അവതാരത്തിനർത്ഥം. സവിശേഷമായ ദൗത്യ നിർവഹണത്തിനായി ഭഗവാന്റെ സർവാവതാരങ്ങളും ഭഗവാൻ സ്വയവും ഭൗതിക ലോകത്തിലെ വ്യത്യസ്ത ഗ്രഹങ്ങളിൽ വിഭിന്ന ജീവിവർഗങ്ങളിൽ അവരോഹണം ചെയ്ത് അവതരിക്കുന്നു. ചിലപ്പോൾ ഭഗവാൻ സ്വയം ആഗതനാകുന്നു, മറ്റു ചിലപ്പോൾ ഭഗവാന്റെ വ്യത്യസ്ത പൂർണ്ണാംശങ്ങളും അല്ലെങ്കിൽ പൂർണ്ണ അംശങ്ങളുടെ അംശങ്ങളോ അല്ലെങ്കിൽ ഭഗവാനാൽ അധികാരപ്പെടുത്തപ്പെട്ട ഭഗവാന്റെ പാർത്ഥക്യ ഘടകങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ ഭൗതിക ലോകത്തിൽ സവിശേഷമായ കൃത്യനിർവഹണത്തിന് അവരോഹണം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഭഗവാൻ സർവസമ്പന്നനും സർവശൗര്യനും സർവകീർത്തിമാനും സർവസൗന്ദര്യകനും സർവവിജ്ഞാനിയും സർവപരിത്യാഗിയുമാണ്. പൂർണ്ണാംശങ്ങളിലൂടെയോ പൂർണ്ണാംശത്തിന്റെ അംശങ്ങളിലൂടെയോ അവയൊക്കെ ഭാഗികമായി പ്രത്യക്ഷമാകുമ്പോൾ ആ സവിശേഷ കർമ്മ നിർവഹണത്തിനായി ഭഗവാന്റെ വ്യത്യസ്ത ശക്തികളുടെ പ്രാദുർഭാവം ആവശ്യമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മുറിയിൽ ചെറിയ വൈദ്യുതി വിളക്ക് പ്രകാശിക്കുന്നുവെങ്കിൽ വിദ്യുത് ശക്തി കേന്ദ്രത്തിൽ ആ ചെറിയ വൈദ്യുതി വിളക്ക് പ്രകാശിക്കാൻ തക്ക മാത്രം വൈദ്യുതി ഉൽപാദനമേ ഉള്ളൂവെന്ന് അതിനർത്ഥമില്ല. അതേ വൈദ്യുതി വിദ്യുത് ശക്തി കേന്ദ്രത്തിൽ അതിവിപുലമായ വ്യവസായശാലയിലെ യന്ത്രങ്ങളിലെ വിപുലമായ വോൾട്ടേജ് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നു. അതുപോലെ ഭഗവത് അവതാരങ്ങൾ പരിമിതമായ ശക്തി മാത്രമേ പ്രദർശിപ്പിക്കാറുള്ളൂ. എന്തെന്നാൽ ആ പ്രത്യേക ദൗത്യത്തിന് അത്രമാത്രം ശക്തി മാത്രമേ ആവശ്യമുള്ളൂ. ദൃഷ്ടാന്തമായി ഭഗവാൻ പരശുരാമനും നരസിംഹ ഭഗവാനും യഥാക്രമം ആജ്ഞാനിഷേധികളായ ക്ഷത്രിയരെ 21 പ്രാവശ്യം ഉന്മൂലനം ചെയ്യുകയും മഹാശക്തനും നാസ്തികനുമായ ഹിരണ്യകശുവിനെ അനിഷ്ടപരമായ തന്റെ പുരിക ചലനങ്ങൾ കൊണ്ട് മാത്രം അന്യഗ്രഹത്തിലെ ദേവന്മാരെ വിറപ്പിക്കത്തക്ക വിധം അതിശക്തനായിരുന്നു ഹിരണ്യകശിപു. ഭൗതിക അസ്തിത്വത്തിലെ ഉന്നതതല ദേവന്മാർ അതിശ്രേഷ്ഠരായ മനുഷ്യരെക്കാളും ആയുസ്സിലും സൗന്ദര്യത്തിലും സമ്പത്തിലും പരിച്ഛദങ്ങളിലും മറ്റെല്ലാ വിധത്തിലും 10 മടങ്ങ് മഹത്വമുള്ളവരാകുന്നു. എന്നിരുന്നാലും അവർ ഹിരണ്യകശിപുവിനെ ഭയപ്പെട്ടു. അങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ ഹിരണ്യകശിപു എത്ര പ്രബലനാണെന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും നരസിംഹ ഭഗവാന്റെ നഖങ്ങളാൽ ഹിരണ്യകശിപു
ചെറു ഖണ്ഡങ്ങളായി ഛേദിക്കപ്പെട്ടു. ഭൗതികമായി ശക്തരായ ആർക്കും തന്നെ ഭഗവാന്റെ നഖബലത്തിനോട് കിടപിടിക്കാൻ സാധ്യമല്ലെന്ന് ഇത് അർത്ഥമാക്കുന്നു. അതേപോലെ അവരുടേതായ പദവികളിൽ ശക്തിയുക്ത അവസ്ഥിതരായിരുന്ന ധിക്കാരികളായ രാജാക്കന്മാരും കൊണ്ട് ഭരിച്ചുകൊണ്ട് ജമദഗ്നൻ ഭഗവത് ശക്തി പ്രദർശിപ്പിച്ചു. ഭഗവാന്റെ അധികാരപ്പെടുത്തപ്പെട്ട അവതാരമായ നാരദനും പൂർണാംശ അവതാരമായ വരാഹവും അധികാരപ്പെടുത്തപ്പെട്ട പരോക്ഷ അവതാരമായ ശ്രീബുദ്ധനും സാമാന്യ ജനങ്ങളിൽ വിശ്വാസം ജനിപ്പിച്ചു. രാമാവതാരവും ധന്വന്തരി അവതാരവും ഭഗവാന്റെ കീർത്തിയെയും ബലരാമൻ, മോഹിനി, വാമനൻ എന്നീ അവതാരങ്ങൾ ഭഗവാന്റെ സൗന്ദര്യത്തെയും ദത്താത്രേയൻ, മത്സ്യൻ, കുമാരൻ, കപിലർ എന്നീ അവതാരങ്ങൾ ഭഗവാന്റെ അതീന്ദ്രിയ വിജ്ഞാനത്തെയും നരനാരായണ അവതാരങ്ങൾ ഭഗവാന്റെ പരിത്യാഗത്തെയും പ്രദർശിപ്പിച്ചു. ആകയാൽ പ്രത്യക്ഷവും പരോക്ഷവുമായ ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങൾ വിഭിന്ന സവിശേഷതകളെ സ്പഷ്ടമാക്കി. എന്നാൽ ആദി ഭഗവാനായ ശ്രീകൃഷ്ണൻ പരമദീവസമപുരുഷന്റെ സമ്പൂർണ്ണ ലക്ഷണങ്ങളെയും പരിപൂർണ സവിശേഷതകളെയും പ്രദർശിപ്പിച്ചു. ആകയാൽ അപ്രകാരം സർവ അവതാരങ്ങളുടെയും സർവസായി ശ്രീകൃഷ്ണ ഭഗവാനെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ പ്രദർശിപ്പിച്ച അതിശ്രേഷ്ഠവും അനന്യ സാധാരണവുമായ സവിശേഷത തന്റെ ആന്തരിക ശക്തിയുടെ ആവിഷ്കാരമായ ഗോപികമാരോടൊത്തുള്ള അദ്ദേഹത്തിന്റെ ലീലകളാകുന്നു. കാമരൂപേണ വ്യക്തമാക്കപ്പെട്ടതെങ്കിലും ഗോപികമാരോടൊത്തുള്ള ഭഗവാന്റെ ലീലകൾ അതീന്ദ്രിയ അസ്തിത്വത്തിലുള്ളതും പരമാനന്ദപൂർണവും വിജ്ഞാന സമ്പൂർണവുമാകും. ഗോപിമാരോടൊത്തുള്ള ഭഗവാന്റെ ലീലകളുടെ സവിശേഷ ആകർഷകത്വത്തെ ഒരിക്കലും തെറ്റായി വ്യാഖ്യാനിക്കരുത്. ഈ അതീന്ദ്രിയ ലീലകളെ സംബന്ധിച്ച് ഭാഗവതം ദശമസ്കന്ധത്തിൽ വിശദമാക്കുന്നു. ഗോപികമാരോടൊത്തുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളുടെ അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിക്കാൻ ഒരാളെ പ്രാപ്തമാക്കുന്നതിനായി ഭാഗവതം പഠിതാവിനെ മറ്റ് നവസ്കന്ധങ്ങളിലൂടെ ക്രമേണ ഊർജിതപ്പെടുത്തുന്നു. പ്രാമാണിക കേന്ദ്രങ്ങളെ ആധാരമാക്കിയുള്ള ശ്രീ ജീവഗോസ്വാമിയുടെ പ്രസ്താവനയനുസരിച്ച് മറ്റെല്ലാ അവതാരങ്ങളുടെയും സ്രോതസ് ശ്രീകൃഷ്ണ ഭഗവാനാകുന്നു. അദ്ദേഹത്തിന് യാതൊരു അവതാര സ്രോതസ്സുമില്ല. ശ്രീകൃഷ്ണ ഭഗവാനിൽ സ്വയം പരമസത്യത്തിന്റെ സർവലക്ഷണങ്ങളും സമഗ്രമായി കാണപ്പെടുന്നുവെന്ന് മാത്രമല്ല, ഭഗവത്ഗീതയിൽ ഭഗവത് സമാനമായോ ഉപരിയായോ യാതൊരു സത്യവുമില്ലെന്ന് ഭഗവാൻ നിശ്ചിതമായി പ്രഖ്യാപിക്കുന്നു. ഈ ഉദ്ധരണിയിൽ സ്വയം എന്ന പദത്തിന് സവിശേഷ ഊന്നൽ നൽകിയിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന് അദ്ദേഹത്തിൽ നിന്നും വിഭിന്നമായ യാതൊരു ഉറവിടവും ഇല്ലെന്ന് സ്ഥിരീകരിക്കാനാണ്. എന്നിരുന്നാലും മറ്റിടങ്ങളിൽ അവതാരങ്ങളെ അവരുടേതായ സവിശേഷ ദൗത്യത്തെ കണക്കിലെടുത്ത് ഭഗവാൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അവരുടെ ഒരു സ്ഥലത്തും പരമസത്വം അഥവാ പരമദിവ്യോത്തമപുരുഷൻ എന്ന് വിശേഷിപ്പിക്കുന്നില്ല. ഈ ശ്ലോകത്തിൽ സ്വയം എന്ന പദം വിശിഷ്ടമായ പരമോന്നത അധികാരത്തെ സൂചിപ്പിക്കുന്നു. പരമോന്നതനായ ശ്രീകൃഷ്ണൻ ദ്വിതീയനല്ല, അദ്വിതീയനാണ്. ഭഗവാൻ സ്വയം നിരവധി ഭാഗങ്ങളായി, അംശങ്ങളായി, അണുക്കളായി, സ്വയം രൂപം, സ്വയം പ്രകാശ, തദേകാത്മാ, പ്രഭാവ, വൈഭവ, വിലാസ, അവതാര, ആവേശ, ജീവാത്മാന എന്നിങ്ങനെ സ്വയം വിസ്തരിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, സർവ്വതിലും യഥായോഗ്യമായ വ്യക്തികളിലും വ്യക്തിത്വങ്ങളിലും ആവശ്യം വേണ്ടുന്ന അസംഖ്യം ശക്തികളും സംഭരിച്ചു നൽകിയിരിക്കുന്നു. അതീന്ദ്രിയ വിഷയത്തിൽ അവഗാഹമുള്ള പണ്ഡിതർ പരമോന്നതനായ ശ്രീകൃഷ്ണന്റെ പ്രധാന 64 സവിശേഷ ലക്ഷണങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചിരിക്കുന്നു. ഭഗവാന്റെ സർവ വിസ്തരണങ്ങളും അഥവാ വിഭാഗങ്ങളും ഈ വിശേഷ ഗുണഗണങ്ങളുടെ മാത്രമായ ശതമാനങ്ങൾ ഉൾക്കൊള്ളുന്നുള്ളൂ. എന്നാൽ വിശേഷ ഗുണങ്ങൾ ശ്രീകൃഷ്ണനിൽ 100% ആവിഷ്ടമായിരിക്കുന്നു. മാത്രവുമല്ല, ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വവിസ്തരണങ്ങളായ സ്വപ്രകാശ, തത് ഏകാത്മ മുതൽ അവതാരങ്ങൾ വരെയുള്ള വിഭാഗങ്ങളെല്ലാം തന്നെ വിഷ്ണുതത്വങ്ങളാകുന്നു. അവ ഈ സവിശേഷ ഗുണങ്ങൾ 93% ഉടമസ്ഥതയിലാക്കിയിരിക്കുന്നു. അവതാരമോ ആവേശമോ ഈ ഇരു വിഭാഗങ്ങൾക്കും മധ്യ അല്ലാത്ത ശിവഭഗവാൻ ഈ സവിശേഷ ഗുണങ്ങളുടെ ഏകദേശം 84% അധീനതയിലാക്കിയിരിക്കുന്നു.
എന്നാൽ ജീവിതത്തിന്റെ വിഭിന്ന പദവിയിലുള്ള വ്യക്തിഗത ആത്മാക്കൾ അങ്ങേയറ്റം 73% ഈ സവിശേഷ ഗുണങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു. ഭൗതിക അസ്തിത്വത്തിലെ ബദ്ധജീവിതത്തിൽ ജീവാത്മാക്കൾ ഈ ഗുണങ്ങൾ അത്യധികം തുച്ഛമായ അളവിൽ ജീവാത്മാക്കളുടെ ധർമാനുസൃത ജീവിതത്തിന്റെ ഏറ്റക്രമം അനുസരിച്ച് കൈവശമാക്കിയിരിക്കുന്നു. ജീവാത്മാക്കളിൽ അതിശ്രേഷ്ഠനും ഏക പ്രപഞ്ചത്തിന്റെ പരമനിയന്താവും ബ്രഹ്മദേവനാകുന്നു. അദ്ദേഹം സവിശേഷ ഗുണങ്ങളിൽ 78% പൂർണ്ണമായി ആർജിച്ചിരിക്കുന്നു. മറ്റെല്ലാ ദേവന്മാരും അതേ സവിശേഷ ഗുണങ്ങൾ അല്പമാത്രമായ അളവിൽ സ്വന്തമാക്കിയിരിക്കുന്നു. അതേസമയം മാനവരിൽ ഗുണങ്ങൾ അത്യധികം തുച്ഛമായ അളവിലാണ് നിലകൊള്ളുന്നത്. മനുഷ്യന്റെ പരിപൂർണതയുടെ മാനദണ്ഡം ഈ സവിശേഷ ഗുണങ്ങളെ 78% സമ്പൂർണമായി വികസിപ്പിക്കുകയാണ്. ശിവൻ, വിഷ്ണു അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ എന്നിവർക്കുള്ള സമാന സവിശേഷ ഗുണങ്ങൾ ജീവാത്മാക്കൾ ഒരിക്കലും സ്വായത്തമാക്കില്ല. 78% അതീന്ദ്രിയ ഗുണങ്ങൾ സമ്പൂർണമായി സ്വായത്തമാക്കി ജീവാത്മാവിനെ ദേവപദവിയിലേക്ക് ഉയരാമെങ്കിലും അവന് ശിവൻ, വിഷ്ണു അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നിവരെ പോലെ ആയിത്തീരാൻ ഒരിക്കലും സാധ്യമല്ല. കാലക്രമേണ അവനെ ഒരു ബ്രഹ്മമായി തീരാം. ആത്മീയാകാശത്തിലെ എല്ലാ ഗ്രഹനിവാസികളായ ദൈവിക ജീവാത്മാക്കളും ഹരിരാമെന്നും മഹേശധാമെന്നും അറിയപ്പെടുന്ന വിഭിന്ന ആത്മീയ ഗ്രഹങ്ങളിലെ ഭഗവാന്റെ ശാശ്വത സഹചാരികളാണ്. സർവമാന ആത്മീയ ഗ്രഹങ്ങൾക്കും ഉപരിയായി ശ്രീകൃഷ്ണ ഭഗവാന്റെ ധാമത്തെ കൃഷ്ണലോകം അഥവാ ഗോലോക വൃന്ദാവനം എന്ന അഭിപ്രായബോധം അഭിസംബോധന ചെയ്യുന്നു. പൂർവമായി പ്രസ്താവിച്ച 78% സവിശേഷ ഗുണങ്ങളും പരിപൂർണമായി സ്വായത്തമാക്കിയ ശ്രേഷ്ഠ ജീവാത്മാക്കൾക്ക് നിലവിലെ ഭൗതിക ശരീരം ഉപേക്ഷിച്ച ശേഷം കൃഷ്ണലോകം എന്ന ഗ്രഹത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തില് പറയുന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ മറ്റുള്ള എല്ലാ അവതാരങ്ങൾ നമ്മൾ ഈ അധ്യായത്തില് അവതാരങ്ങളെ പറ്റിയാണ് പഠിച്ചത്. പല അവതാരങ്ങളെ പറ്റിയും പഠിച്ചു. അപ്പൊ ആ അവതാരങ്ങളുടെയൊക്കെ മൂലസ്രോതസ് എന്ന് പറയുന്നത് പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ആണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി പ്രഭുപാദർജി പറയുന്നത്, ഈ ശ്ലോകത്തിന്റെ വിവരണത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ കാണുന്ന സർവ വസ്തുക്കളും ഭഗവാന്റെ അധീനതയിൽ അല്ലെങ്കിൽ ഭഗവാന്റെ സ്വന്തം തന്നെയാണെന്നാണ്. അപ്പൊ ആത്മീയമായാലും ആത്മീയ ലോകവും അതുപോലെ തന്നെ ഭൗതിക ലോകവും എല്ലാ ലോകങ്ങളുടെയും ഉടയവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ ശ്രീകൃഷ്ണനിൽ നിന്നാണ് ഇങ്ങനെയുള്ള അവതാരങ്ങളൊക്കെ കാലാകാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഭഗവാൻ ദേവലോകത്ത്, അതായത് ഭഗവാന്റെ ധാമത്തിൽ വസിക്കുന്നുണ്ടെങ്കിലും ശരി, അദ്ദേഹത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ദേവന്മാർ നമ്മുടെ ഭൗതിക ലോകത്തിലും ഉണ്ട്. അപ്പൊ ആ ദേവന്മാരൊക്കെ തന്നെ നമ്മുടെ ഭൂമിയെപ്പറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും സമയത്ത് ഇങ്ങനെയുള്ള ദുഷ്ടന്മാർ, അതായത് അസുരന്മാരുടെ കൂടുതൽ ദ്രോഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ ഈ ദേവന്മാർ ഭഗവാനെ അറിയിക്കുകയും, അങ്ങനെ ഭഗവാൻ അല്ലാതെ തന്നെ അറിയാൻ സാധിക്കും എങ്കിലും അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ദേവന്മാർ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുകയും അവിടെ നിന്നും ഭഗവാൻ യുക്തമായ രീതിയിൽ ഒന്നുകിൽ ഭഗവാൻ സ്വയം വരും, അല്ലെങ്കിൽ ഭഗവാൻ ചുമതലപ്പെടുത്തുന്ന ഭഗവാന്റെ രൂപങ്ങളിൽ നിന്ന് അതായത് ഭൂലോകത്ത് പല രൂപത്തിലാണ് ഭഗവാൻ ഉണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ നാരായണ രൂപം, സംഘർഷൻ രൂപം, അങ്ങനെ പല വിധത്തിലുള്ള രൂപങ്ങളിലുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ നമ്മളെ ജനങ്ങളെ അല്ലെങ്കിൽ ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഏത് വിധത്തിലുള്ളവരാണോ അവർക്ക്
യോജിച്ച വിധത്തിൽ, അവരെ നശിപ്പിക്കുന്നതിന് യോജിച്ച വിധത്തിലുള്ള രൂപം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവതാരങ്ങൾ എടുത്തുകൊണ്ട് അവിടെ നിന്നും ഈ ലോകത്തിലെത്തുന്നു. ഹരേ കൃഷ്ണ. കേൾക്കാവോ? കമ്പ്യൂട്ടറിന് ഏതാണ്ട് ഒരു കുഴപ്പമുണ്ട്. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടല്ലോ? അല്ല, ഇവിടെ ഏതാണ്ട് കുഴപ്പം പറ്റി. കേട്ടാൽ സാരമില്ല, കേട്ടാ മതി. അപ്പൊ ഇത് പ്രഭുപാദരിച്ച് പറയുന്നത്, അങ്ങനെയും ഈ ലോകത്തിന്റെയൊക്കെ നാഥനായ കൃഷ്ണൻ നമ്മളെയൊക്കെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതവസരത്തിൽ നമുക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അദ്ദേഹം ആ സമയത്ത് അതിന് യോജിച്ചതായ രൂപങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ ഈ ഭൗതിക ലോകത്തെത്തുന്നു. അങ്ങനെ ആ പ്രയാസം എന്തോ അതിനെ നശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പിന്നെയും തിരിച്ചു പോകുന്നു. അങ്ങനെ ഭഗവാൻ ഇവിടെ വരുന്ന സമയത്ത് നമുക്കുണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്ന വസ്തുക്കളൊക്കെ തന്നെ ഭഗവാന്റെ സൃഷ്ടിയിലുള്ള എല്ലാ വസ്തുക്കളും ഭഗവാന്റെ തന്നെയാണ്. അതിൻ്റെ ഉടയവനും ഭഗവാൻ തന്നെയാണ്. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭഗവാനാണത് പരിഹരിക്കേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രജകളെ സംരക്ഷിക്കേണ്ട കാര്യവും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ഭഗവാൻ അവതാരങ്ങളെടുത്ത് ഭൂമിയിലെത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തെത്തുന്നു. ആ വിധത്തിൽ നമുക്കുണ്ടായിട്ടുള്ള പരിഹാരങ്ങൾ, അതായത് ലോകത്തിന് ഭാരം കൂടുക, ദുഷ്ടന്മാർ കൂടുമ്പോൾ ഭാരം കൂടും ലോകത്തിന്, അങ്ങനെ ആ പരിഹരിക്കുക, അല്ലെങ്കിൽ അസുരന്മാരിൽ നിന്നും ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇതൊക്കെ തന്നെ ഭഗവാൻ അതിനാണ് അവതാരം എടുക്കുന്നത്. ഇവിടെ ഭൗതിക ലോകത്തിൽ ഭഗവാൻ ആഗതനായിരുന്ന സമയത്ത് പലരും അദ്ദേഹത്തെ അനുസരിക്കുകയില്ലായിരുന്നു. അദ്ദേഹം കൃഷ്ണൻ ഭഗവാൻ സ്വയം ഭഗവാനാണെന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു. അദ്ദേഹത്തെ അംഗീകരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല ആരും. ചിലരൊക്കെ ഭക്തന്മാർ മാത്രം അദ്ദേഹത്തിന് മനസ്സിലാക്കി, മറ്റുള്ളവരാരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിന്റെ ഉദാഹരണമായിട്ട് പറയുന്നത്, ജയിലിൽ കിടക്കുന്ന മനുഷ്യരുണ്ട്. ആ ജയിലിൽ കിടക്കുന്നവര് നമ്മുടെ നിയമ സംഹിതകളെ അവർ അംഗീകരിച്ചില്ലെങ്കിലും ശരി, ആ ജയിൽ ഗവൺമെന്റിന്റെ തന്നെയാണ്. അതുപോലെ നമ്മുടെ ഭൂമിയിൽ വസിക്കുന്ന ജനങ്ങള് ഭഗവാനെ അംഗീകരിച്ചില്ലെങ്കിൽ തന്നെയും ഭൂമി മൊത്തം, അല്ലെ ഈ ലോകം മൊത്തം ഭഗവാന്റെ തന്നെയാണ്. അതുപോലെ അങ്ങനെ സംരക്ഷിക്കേണ്ട ചുമതല ഭഗവാനുണ്ട്. അങ്ങനെ ഭഗവാൻ അവിടെ എത്തുന്നു, സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ജയിലിൽ കിടക്കുന്നവരുടെ ഉദാഹരണത്തിൽ നിന്നാണെങ്കിൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ അവർക്ക് നിയമത്തെ അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ നിയമാനുസരണം പ്രവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതിന് നിയമം അതായത് നിയമം കർശനമാക്കുന്നു. അപ്പൊ അവർക്ക് പ്രയാസങ്ങൾ കൂടുതലുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭൗതിക പ്രകൃതിയിൽ, ഭൗതിക ലോകത്ത് നമ്മൾ ഭഗവാനെ അനുസരിക്കാതെ നമ്മുടെ ശൂന്യവാസം നടക്കുകയാണെങ്കിൽ, ഭഗവാൻ നമുക്ക് വേണ്ടുന്ന നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ആർത്തിമുഖത്ത് നമ്മളെ ചെയ്യരുതാത്ത ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ബോധത്തിൽ നിന്നും നമ്മുടെ വ്യതിചരിച്ചുകൊണ്ട് ഭൗതികമായ ചിന്തയിൽ മാത്രം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഭഗവാൻ നമുക്ക് അത് മാറ്റിയെടുക്കാൻ വേണ്ടി ശിക്ഷകൾ തരുന്നുണ്ട്. ആ ശിക്ഷ എന്ന് പറയുന്നത് വാർദ്ധക്യം, രോഗം, പ്രയാസങ്ങൾ ഉണ്ടാകുക, അങ്ങനെയുള്ള പല പല പ്രവർത്തികളാൽ നമ്മളെ ഭഗവാൻ ശിക്ഷിക്കപ്പെടുന്നു. അത് ജയിലിൽ കിടക്കുന്നവർക്കും അത് തന്നെ ശിക്ഷ അനുഭവിക്കുന്നു. അവരുടെ നിയമം അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെയാണ് ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന നമുക്കും ഭഗവാന് ശിക്ഷകൾ തരുന്നത്. നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ സ്വന്തം ആയിട്ട് നമുക്ക് യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഭഗവാന്റെ അനുഗ്രഹമില്ല എങ്കിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പല ഭാഗത്തും പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് മരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ തന്നെ നമുക്ക് സാധിക്കില്ല. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ അതും സാധിക്കില്ല. എന്നാൽ ഭഗവാൻ പറയുന്നു, ഈ മരണവും ഞാൻ തന്നെയാണ്. 10:34 ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഈ മരണവും എന്തും തന്നെ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ എല്ലാം സാധിക്കും. അതായത് വഴിതെറ്റിപ്പോകുന്നവരെ തിരുത്താനും സാധിക്കും, വഴിതെറ്റുന്നവരെ മരണത്തിന് വിധേയമാക്കാനും സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നാൽ മനുഷ്യർക്ക് അങ്ങനെയുള്ള കഴിവില്ല. മനുഷ്യൻ പലതും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി
നമ്മളെപ്പോഴും ഭൗതികമായ ആവശ്യങ്ങൾക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പണം സമ്പാദിച്ച് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പല അങ്ങനെ വലിയ ആഡംബര കാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നെങ്കിൽ നമുക്ക് ശാശ്വതമായി അതിനെ നിർത്താനുള്ള ഒരു കഴിവില്ല. അതിന് ഭഗവാന് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ. അങ്ങനെ ഈശ്വരനെ മറന്നുകൊണ്ട് ചെയ്യുന്ന ഏത് പ്രവർത്തിയാലും ശരി, അതിന് തിരുത്താൻ വേണ്ടി ഭഗവാൻ ഭൂലോകത്തിൽ അവതരിക്കാറുണ്ട്. അതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഭഗവതീയ നമ്മുടെ ഈ ആത്മാക്കളെ അല്ലെങ്കിൽ നമ്മുടെ ജീവാത്മാക്കളെ നിയന്ത്രിക്കുന്നതിന് ഭഗവാൻ നിയന്ത്രിക്കുന്നുണ്ട്. അതേസമയത്ത് ഭഗവാനെ നിയന്ത്രിക്കാൻ ആരും തന്നെ ഇല്ല. ഇവിടെ ഭഗവാൻ ഭൂമിയിലുണ്ടായിരുന്ന നമ്മുടെ ഭൗതിക ലോകത്തുണ്ടായിരുന്ന സമയത്ത് തന്നെ ഭഗവാൻ എന്തെല്ലാം ശക്തികളുണ്ടെന്നുള്ളത് ഇവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ദുഷ്ടരായ അസുരന്മാരെ ഇവിടെ അവരെ നിലക്ക് നിർത്താൻ വേണ്ടി സ്വന്തം അമ്മാവനായിരുന്നു ആരാം? കംസൻ അങ്ങനെ ലോകത്തിലുള്ള എന്തെല്ലാം നാശങ്ങൾ നടത്തി. നാമം ജപിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. കുട്ടികളെ കൊല്ലുന്ന പ്രവൃത്തി, പല പല ക്രൂരകൃത്യങ്ങൾ, വിളക്ക് കത്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. മനുഷ്യന് ഭഗവാനെ പൂജിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിനെയും ഭഗവാൻ അവതരിച്ച് ഇല്ലാതാക്കുന്നു. അതുപോലെ നമ്മുടെ ഹിരണ്യകശിപു അസുരന്മാരിൽ ഏറ്റവും വളരെ ശക്തിമാനായിരുന്ന ഒരു അസുരനായിരുന്നു. എന്നിട്ട് ആ അസുരൻ ഇവിടെ പറഞ്ഞ മാതിരി ബ്രാഹ്മണരെ കുലത്തോടെ തന്നെ നശിപ്പിച്ചു. അതുപോലെ തന്നെ പശുക്കളെയും മറ്റും വളർത്താൻ സമ്മതിക്കത്തില്ല, അങ്ങനെ കൃഷി ചെയ്യാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ദുഷ്പ്രവർത്തികളൊക്കെ നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചിട്ടുണ്ട്. അതേമാതിരി ദുഷ്ടനായിരുന്ന എത്ര ഭയങ്കര ശക്തിമാനായിരുന്ന ഹിരണ്യകശിപുവിനെ പോലും ഇവിടെ വധിക്കാൻ അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു. അപ്പൊ അങ്ങനെ എത്ര ശക്തിമാനായാലും ശരി, മുമ്പേ പറഞ്ഞ മാതിരി ഏത് വിധത്തിലുള്ള ദുഷ്ടന്മാരാണ് ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഭൂലോകത്തിലുള്ള ജനങ്ങളെ അല്ലെങ്കിൽ ഭൂലോകത്തിന് നാശമുണ്ടാക്കാൻ വേണ്ടി വരുന്നത്, അവരെ ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യണോ അതിനനുസരിച്ച് രൂപം ഉപയോഗിച്ച് ഭഗവാൻ അവതരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഈ ദേവന്മാരുടെയും അതുപോലെ തന്നെ ഭക്തന്മാരുടെയും അസുരന്മാർ ദേവന്മാരുടെയും അതുപോലെ തന്നെ ഭക്തന്മാരുടെയും ശത്രുക്കളായിരുന്നു. ഇന്ദിരാരിയാകുലം ലോകം മൃതയന്റെ യുഗയുഗേ. അപ്പൊ ഇന്ദിരാരി എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ ശത്രുക്കളായ അസുരന്മാർ ഏത് സമയത്ത് മറ്റുള്ളവർക്ക് ഭീഷണി ഉണ്ടാക്കുന്നു, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു, ആ സമയത്താണ് ഭഗവാൻ ജന്മമെടുത്ത് ഇവിടെ ആഗതമാകുന്നത്. ആ ജന്മം ഭഗവാൻ കൃഷ്ണനിൽ നിന്നാണ് ഏത് രൂപത്തിലുള്ള അവതാരം എടുത്താലും ശരി ഇവിടെ എത്തുന്നത്. എന്നാല് ഭഗവാനെ ഇങ്ങനെയുള്ള അസുരന്മാരെ കൊല്ലുന്നവരൊപ്പം തന്നെ അതുപോലെ തന്നെ ഭഗവാനെ വിരുദ്ധമായി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ ഭഗവാൻ ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ശരണം, അതായത് അഥവാ വഴിതെറ്റിപ്പോയി ഭഗവാനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട്, അസുരന്മാരല്ലാത്തവർ തന്നെ. അവർക്കും ഭഗവാനുമായിട്ട് സമ്പർക്കം ഉണ്ടായാൽ അവര് ഭഗവത് ഭക്തരായി തീരുകയും അവർക്ക് പിന്നീട് മോക്ഷം കിട്ടി ഭഗവത് ഭക്തരായതിനു ശേഷം അവര് ശരണാഗതി പ്രാപിക്കുന്നു. ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭക്തിയുത സേവനം പരിപൂർണമായി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകുകയും അങ്ങനെ ഭക്തിയുത ഭഗവത് സേവനം തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ അവർക്ക് മോക്ഷം ലഭിക്കുകയും അങ്ങനെ ഭഗവത് ധാമത്തിലേക്ക് പോകാനുള്ള സൗകര്യവും അവർക്ക് ഭഗവാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. അതിന് ഇങ്ങനെ കാലാകാലങ്ങളിൽ ഭഗവാൻ ഇവിടെ അവതരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനവും ഭഗവാന്റെ ഒരു അവതാരം തന്നെയാണ്. അപ്പൊ കൃഷ്ണനും ഈ അവതാരങ്ങളൊക്കെ തന്നെ യാതൊരു വ്യത്യാസവുമില്ല. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തെ കൂടെ നമുക്ക്
ഭഗവത് ഭക്തരായി തീരുകയും അങ്ങനെ ഭഗവത് ഭക്തരുടെ ആ പ്രേമ പദത്തിൽ ഭഗവാനുമായിട്ടുള്ള ആ പ്രേമ രസത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭൂലോകത്ത് നിന്നും അദ്ദേഹത്തിന്റെ ഗോലോക ധാമത്തിലേക്ക് പോകാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഭഗവാൻ അതിനുവേണ്ടിയും കൂടിയാണ് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത്. അങ്ങനെ ഭക്തജനങ്ങൾ ഈ ലോകത്തിൽ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും സുരക്ഷിതരായി തീരും. അങ്ങനെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ കൂടെ നമുക്ക് ഭഗവാന്റെ ധാമത്തിലെത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ, അതായത് പരമദിവ്യോത്തമ പുരുഷൻ, പരമസത്യം തന്നെയാണ്. അതിനപ്പുറത്ത് വേറെ ആരും തന്നെയില്ല. അദ്ദേഹത്തിൽ ഉയർന്ന ഇപ്പൊ ഏതൊരു അവസരത്തിൽ അദ്ദേഹം അവതാരങ്ങൾ എടുക്കുന്നു, വേറെ ആരുടെയും ആശ്രിതനായിട്ടുള്ള അവതാരം എടുക്കുന്നത് വരുമാനം അദ്ദേഹത്തിൽ നിന്നാണ് ഈ അവതാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണെന്ന് ഉത്ഭവിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിന്റെ ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്, ശ്ലോകത്തിന്റെ അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ശരീരത്തിൽ നിന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ അവതാരങ്ങളും ഉത്ഭവിച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണ മാത്രമാണ് സച്ചിദാനന്ദ വിഗ്രഹം രൂപത്തിലുള്ള പരമദിവ്യോത്തമ പുരുഷൻ. അതുപോലെ തന്നെ കൃഷ്ണൻ തന്നെയാണ് പരമ ദിവ്യോത്തമ പുരുഷൻ. അദ്ദേഹത്തിൽ നിന്നാണ് സകല അവതാരങ്ങൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ ഭക്തന്മാർ വിചാരിക്കുന്ന അർച്ചാമൂർത്തികൾ എന്ന് പറയുന്ന നമുക്ക് പൂജിക്കാൻ വേണ്ടി അമ്പലങ്ങളിൽ വെച്ചിട്ടുള്ള മൂർത്തികൾ, ആ മൂർത്തികൾ ചിലരൊക്കെ വിചാരിക്കുക ഇത് കല്ലിലോ മണ്ണിലോ തടിയിലോ ഒക്കെ പണിഞ്ഞിട്ടുള്ളതല്ലേ, അതും സാധാരണ നമ്മൾ എന്തിനൊക്കെ ആരാധിക്കുന്നതിനൊക്കെ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ട്, ഭക്തന്മാരല്ല മറ്റുള്ളവർ. അപ്പൊ അതും അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഭഗവാൻ തന്നെയാണ് ആ അവതാരം. അർച്ചാമൂർത്തി ഒരു അവതാരം തന്നെയാണെന്നാണ് പറയുന്നത്. അർച്ചാമൂർത്തികൾ ഇതൊക്കെ തന്നെ ഏതേജാംസ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഇതൊക്കെ തന്നെ ഭഗവാൻ സ്വയം തന്നെയാണ്. സ്വയം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ഇതൊക്കെ എന്നുള്ളത് വിചാരം നമുക്കുണ്ടായിരിക്കണം. അമ്പലത്തിൽ പോയി അർച്ചാമൂർത്തികളെയും അതുപോലെ തന്നെ ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയായിട്ട് നമ്മൾ വിചാരിക്കണമെന്ന് പ്രഭുപാദർജി പറയുന്നത്. എല്ലാ സമയത്തും ഭഗവാൻ സ്വന്തമായിട്ട് ഇവിടെ വരണമെന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അത് യോഗ്യരായ വിധത്തിൽ ഇവിടെ ഭഗവാൻ ആളുകളെ വിടുകയാണ്. ആളുകളെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർത്ഥക്യ രൂപം എന്ന് പറഞ്ഞാൽ വെവ്വേറെയുള്ള രൂപം. അത് ഭഗവാന് പല പല രൂപങ്ങളുണ്ട്. സ്വയം ഭഗവാൻ തന്നെയാണ്. പക്ഷെ ഭഗവാൻ ഏതവസരത്തിൽ ഏത് വിധത്തിലുള്ള രൂപം സ്വീകരിക്കണമോ അതേമാതിരി ഈ എല്ലാ രൂപങ്ങളും ഭഗവാന്റെ സ്വയം തന്നെയാണ്. ഭഗവാനിൽ നിന്നും വന്നിട്ടുള്ളതാണ് സംഘർഷണൻ, മഹാവിഷ്ണു, അതുപോലെ തന്നെ പാലാഴിയിൽ വസിക്കുന്ന വിഷ്ണു ഭഗവാൻ, ക്ഷീരോദകശായി വിഷ്ണു ഭഗവാൻ, അതുപോലെ തന്നെ ഗർഭോദകശായി വിഷ്ണു ഭഗവാൻ. ഇതൊക്കെ തന്നെ ഭഗവാന്റെ വിസ്തരണങ്ങൾ തന്നെയാണ്. ഭഗവാൻ ഇങ്ങനെ ധാരാളം. അപ്പൊ ഈ ശത്രുക്കളുടെ ബലമനുസരിച്ച് ശത്രുക്കളുടെ ഏത് വിധത്തിലുള്ള ശത്രുവാണോ അതിനനുസരിച്ചിട്ടുള്ള രൂപങ്ങൾ ഭഗവാൻ സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് ഭഗവാൻ ഏതവസരത്തിലും ഭഗവാൻ തന്നെ വരണമെന്നില്ല. ഭഗവാന്റെ വിസ്തരണ രൂപങ്ങൾ പലതുണ്ട്. ആ രൂപത്തിൽ യോഗ്യരായിട്ടുള്ളവർ അനിരുദ്ധ രൂപമുണ്ട്, സംഘർഷണ രൂപമുണ്ട്, അങ്ങനെ പല പ്രതിബിംബ രൂപമുണ്ട്, അതുമാതിരി നാരായണ രൂപം, അങ്ങനെ പല പല രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളിൽ പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന് വാർദ്ധക്യന്മാർ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പല പല രൂപങ്ങൾ, അത് തന്നെ വെവ്വേറെ രൂപങ്ങളിലാണ് പറയുന്നത്, വാർദ്ധക്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇവിടെ പറഞ്ഞു വിടുന്നതും നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ വരുന്നതും. പിന്നെ ഭഗവാൻ കൃഷ്ണന്റെ ശക്തികളെ പറ്റിയാണ് പറയുന്നത്. ഭഗവാൻ പല വിധത്തിലുള്ള ശക്തികളുണ്ടെന്ന് പറയുന്നു. അതൊക്കെ തന്നെ ഈ പുസ്തകത്തിൽ പറഞ്ഞ് യഥാർത്ഥത്തിൽ ഭഗവാൻ സർവ സമ്പന്നനും സർവശൗര്യനും സർവകീർത്തിമാനും സർവ സൗന്ദര്യവാനും സർവവിജ്ഞാനിയും സർവപരിത്യാഗിയും ഒക്കെയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഭഗവാന്റെ വീര്യം, ശൂര്യം, അതുപോലെ തന്നെ സമ്പത്തിനെ പറ്റി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെയാണ് സമ്പത്ത് ഭഗവാന്റെ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. ഈ ശ്ലോകത്തിൽ പറയുന്ന ഭഗവാൻ ആരാണെന്നും ഭഗവാന്റെ വിശേഷതകൾ എന്താണെന്നും അതുപോലെ തന്നെ ഭഗവാന്റെ ഗുണങ്ങളെ പറ്റി പറയുന്നുണ്ട്. അത് 64. ഇതാണ് ഇതിന് നമ്മുടെ
ഭാവാർത്ഥത്തിൽ പറഞ്ഞല്ലോ ഇത്ര ശതമാനം എന്നുള്ളത്. അത് നമ്മുടെ രൂപഗോസ്വാമി ഇവിടെ വിവരിക്കുന്നുണ്ട്. ഭഗവാൻ 64 ഗുണങ്ങളുണ്ട്. അങ്ങനെയുള്ള ഓരോ ഗുണങ്ങളും പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓരോ ഗുണത്തെ പറ്റി ഞാൻ പറയാം. 64 ഗുണങ്ങളുണ്ട്. അത് ഒരേ കാര്യം വിസ്തരിക്കുന്നില്ല എങ്കിലും ഏതെല്ലാം ഗുണങ്ങളാണ് ഭഗവാനുള്ളതെന്ന്: സുന്ദരമായ ആകാരയോടുക, സുഖദായകത്വം, അത്യന്ത ഹൃദ്യത, തേജസ്വി, ബാഹുബലം, നിത്യ യുവത്വം, ബഹുഭാഷാ പാണ്ഡിത്യം, സത്യസന്ധത, സംഭാഷണത്തിലെ ഹൃദ്യത, സംഭാഷണത്തിലെ അനർഗളത, പാണ്ഡിത്യം, അതിബുദ്ധി, പ്രതിഭാസമ്പന്നത, ഇങ്ങനെ 64 ഗുണങ്ങളുണ്ട്. ഇതെല്ലാം വായിക്കാം. ഇപ്പൊ കലാലോലുപത്വം, അതിസാമർഥ്യം, വൈദഗ്ധ്യം, ആഹ്ലാദകത്വം, ദൃഢപ്രജ്ഞത, കാലദേശാവസ്ഥകളെ കൃത്യമായി വിലയിരുത്താനുള്ള കഴിവ്, വേദങ്ങളുടെ അപ്രമാദിത്വം, മനസ്സിലാക്കാനും അതേക്കുറിച്ച് പറയാനുമുള്ള കഴിവ്, വിശുദ്ധി, ആത്മനിയന്ത്രണം, സ്ഥിരനിഷ്ഠത, സഹിഷ്ണുത, ക്ഷമാശീലം, ഗാംഭീര്യം, ആത്മസംതൃപ്തി, സമഷ്ടിതത്വം, മഹാമനസ്കത, മതനിഷ്ഠത, വീരത്വം, കാരുണ്യം, വിനീരൻ, സൗമ്യത, ഉദാരത, ശാലീനത, ആശ്രിത രക്ഷണം, സന്തുഷ്ടി, ഭക്തന്മാരോടുള്ള സൗഹൃദം, പ്രേമബദ്ധത, മംഗളദായകത്വം, സർവശക്തൻ, പ്രശസ്തി, ജനസമ്മതി, ഭക്തന്മാരോട് പക്ഷപാതം, സ്ത്രീ മനോരഞ്ജൻ, സർവാരാധ്യൻ, സർവ ഐശ്വര്യവാൻ, സർവമാന്യൻ, പരമനിയന്താവ്, ആഴി പോലെ അഗാധവും സമ്പൂർണമായ അളവിൽ ഇപ്പറഞ്ഞ 50 സർവാതിശായിയായ ഗുണങ്ങൾ ഭഗവാനിൽ വിളങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെയുണ്ട്, ഇപ്പൊ 50 വരെയാണ് വായിച്ചത്. പിന്നെ ഒരുപാട് 64 ഗുണങ്ങളുണ്ട്. 53 നിത്യഹരിതൻ, സച്ചിദാനന്ദൻ, യൗകിക പരിപൂർണത, നാരായണ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്ന വേറെ 5 ഗുണങ്ങൾ കൂടി കൃഷ്ണനുണ്ട്. 86 സങ്കല്പാതീതമായ ശക്തി, എണ്ണമറ്റ പ്രപഞ്ചങ്ങൾ ആ ശരീരത്തിൽ നിന്ന് സൃഷ്ടിക്കുന്നു. 58 എല്ലാ അവതാരങ്ങളുടെ ആദിമൂലം തന്നാൽ ഹനിക്കപ്പെട്ട ശത്രുക്കൾക്ക് മുക്തി നൽകുന്നു. 60 മുക്താത്മാക്കളുടെ ആകർഷണ പാത്രം. ഭഗവാന്റെ നാരായണ രൂപത്തിൽ പോലും ഇല്ലാത്ത 4 സവിശേഷ ഗുണങ്ങൾ കൂടി കൃഷ്ണനുണ്ട്. 61 അത്ഭുതകരമായ ലീലാവിലാസങ്ങൾ നടത്തുവാൻ, വിശേഷിച്ചും ബാല്യകാല ലീലാവിലാസങ്ങൾ അത്ഭുതകരമായ ഭഗവത് പ്രേമത്തോടുകൂടിയ ഭക്തന്മാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. വേണുവാദനം കൊണ്ട് പ്രപഞ്ചത്തിലെ സർവ്വ ജീവചൈതന്യങ്ങളെ ആകർഷിക്കുന്നു. ഇപ്പോൾ മൊത്തം ഇങ്ങനെ 64 ഗുണങ്ങളുടെ ടോട്ടൽ ഗുണങ്ങൾ ഭഗവാൻ ഉണ്ടെന്ന് പറയുന്നു. ആ ഗുണങ്ങളുടെ ശതമാനക്കണക്കാണ് മുമ്പ് നമ്മളിവിടെ വായിച്ചത് ഭാവാർത്ഥത്തില്. അത് ഭക്തിരസാമൃത സിന്ധുകൾ വിവരിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ തന്നെ പുസ്തകമുള്ളവർ പഠിക്കാം. ഇപ്പം ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ശക്തികളെ പറ്റി, അദ്ദേഹത്തിൽ ഇറങ്ങിയിട്ടുള്ള ശക്തികളെ പറ്റിയാണ് ഇപ്പോൾ വായിച്ചത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഭഗവത്ഗീത വായിക്കുന്നുണ്ട്. ഭഗവത്ഗീത എന്തിനു വേണ്ടി ഉപദേശിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. അതും കൃഷ്ണൻ തന്നെയാണ് പറയുന്നത്. വേണ്ടപ്പെട്ടവരെ കൊല്ലുന്നത് യുദ്ധത്തിലായാലും ശരി പാപമാണെന്ന് പറഞ്ഞ് അർജുനൻ മാറി നിൽക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ കർമ്മം ചെയ്യേണ്ടവരാണ്. നമ്മളൊക്കെ തന്നെ കർമ്മം ചെയ്തില്ലെങ്കിൽ ഭഗവാൻ തന്നെ പറയുന്നു, ഭഗവാൻ കർമ്മം ചെയ്തില്ല ഈ ലോകം തന്നെ നശിച്ചു പോകുമെന്നൊക്കെ. അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ അംശങ്ങളായ നമ്മൾ എപ്പോഴും കർമ്മം ചെയ്യേണ്ടവരാണ്. അങ്ങനെ ആ കർമ്മം ചെയ്യുന്ന സമയത്ത് നമുക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത്. അർജുനൻ
ക്ഷത്രിയനായിരുന്നു, അങ്ങനെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ധർമ്മം. അപ്പൊ ആ ധർമ്മത്തിന് വിലയിക്കാൻ പോകുമ്പോൾ തന്നെ കൃഷ്ണൻ അദ്ദേഹത്തിനെ ഉപദേശിച്ച് യുദ്ധം ചെയ്യുന്നതിന് പാപമില്ല, യുദ്ധം ചെയ്ത. അപ്പൊ അങ്ങനെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കർമ്മഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ പല കർമ്മങ്ങളും വികർമ്മങ്ങളും അകർമ്മങ്ങളും ഒക്കെ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഏത് കർമ്മം ചെയ്താലും നമുക്കുണ്ടാകുന്ന ആ ഫലങ്ങൾ നമുക്ക് ഏശാതിരിക്കണമെങ്കിൽ നമ്മൾ ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യണം. ഭഗവാനെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക. അപ്പൊ നമുക്ക് ആ കർമ്മഫലങ്ങൾ ഉണ്ടാകാതിരിക്കും. അതുകൊണ്ടാണ് അർജുനൻ ഉപദേശിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന അർജുനൻ യുദ്ധം ചെയ്യാൻ മടിച്ചു. യുദ്ധം ചെയ്യേണ്ട അർജുനൻ യുദ്ധം ചെയ്യാൻ മടിക്കുന്നു. അദ്ദേഹം ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നു, ഈ ഞാൻ പറയുന്നത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ആ കർമ്മങ്ങളിൽ നിന്ന് എനിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല, ഭാവമുണ്ടാവില്ല. അതുകൊണ്ട് അർജുനനെ ഭഗവാൻ ഇറക്കുന്നു, യുദ്ധം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ കർമ്മം ചെയ്യുന്നതിൽ വിമുഖരായിരിക്കരുത്. നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം. പക്ഷെ ഭഗവാനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം കർമ്മം ചെയ്യാൻ. അങ്ങനെ കർമ്മം ചെയ്യുവാണെങ്കിൽ നമുക്ക് പാപങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും ഭഗവാൻ നമ്മളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. അതേസമയത്ത് ചെയ്യേണ്ട കർമ്മം ചെയ്യാതിരുന്നാൽ മഹാബലി ചക്രവർത്തി വാമന രൂപത്തിൽ ഭഗവാനോടെ യാചിക്കാൻ ചെല്ലുന്ന സമയത്ത് വാമന ചക്രവർത്തിക്ക് ദാനം കൊടുക്കരുതെന്ന് ശുക്രാചാര്യൻ ഉപദേശിക്കുന്നു. ഗുരുവാണ്, അദ്ദേഹത്തിന്റെ ഗുരുവാണ് ശുക്രാചാര്യർ. ശുക്രാചാര്യൻ ഉപദേശിച്ചിട്ട് പോലും ബലി ചക്രവർത്തി ഭഗവാന് ദാനം ചെയ്യുന്നുണ്ട്. ഭൂമി എന്താ ആവശ്യപ്പെട്ടത് അതെല്ലാം കൊടുക്കുന്നു. അപ്പൊ അതൊക്കെ ചെയ്തിട്ടും അദ്ദേഹം യാതൊരു കുഴപ്പവും ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തിന് മഹാരാജന് ഭഗവാൻ മോക്ഷം കൊടുക്കുകയും അതുപോലെ തന്നെ ശ്രേഷ്ഠ പദവിയിൽ നിയോഗിക്കുകയൊക്കെ ചെയ്യുന്നു. മഹാജനായിട്ട് മാറ്റുകയാണ് മഹാജൻ. അതുപോലെ തന്നെ പ്രഹ്ലാദനും ഭഗവത് ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് മഹാജൻ ആയിട്ട് മാറ്റുന്നുണ്ട്. അങ്ങനെ പല വിധത്തില് ഭഗവാനെ അനുഗ്രഹിക്കുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ തന്നെ സംഭവിക്കും. ഭഗവാൻ ഏത് വിധത്തിൽ ഭഗവാൻ ഇവിടെ അവതരിക്കുന്ന സമയത്ത് മറ്റുള്ള എല്ലാ അവതാരങ്ങളിലും അദ്ദേഹത്തിൽ തന്നെ ലയിച്ചു ചേരുന്നുണ്ടാവും. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം അവതരിച്ച സമയത്ത് മറ്റുള്ള എല്ലാ അവതാരങ്ങളുടെയും ശക്തി അദ്ദേഹത്തിൽ തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ഏതേചാംസ കലാപംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാൻ പുരുഷൻ തന്നെയാണ്, ആ കൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഇവിടെ അവതരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്നാണ് വീണ്ടും പറയുന്നുണ്ട്. അപ്പം മായാവാദികൾ ഈ സംഭവം, അതായത് കൃഷ്ണ ഭഗവാന് രൂപമില്ലെന്നുള്ള വിധത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആ കൃഷ്ണ ഭഗവാന് രൂപമുണ്ടെന്നും ആ കൃഷ്ണ ഭഗവാൻ തന്നെയാണ് പരമദിവ്യോത്തമ പുരുഷനെന്നും ആണ് ഈ ശ്ലോകത്തിൽ കൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഭഗവാൻ പലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, ഞാൻ മനുഷ്യരൂപത്തിലൂടെ അവതരിക്കുമ്പോൾ എന്നെ മനുഷ്യരാരും അറിയുന്നില്ലെന്നും ആ ഭഗവാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നും ഭഗവാൻ പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം അവതാരങ്ങൾ ഏതെല്ലാം വിധത്തിലുള്ള അവതാരങ്ങളുണ്ടെന്ന്. 6 പ്രധാനപ്പെട്ട അവതാരം 6ആണ്. അത് പുരുഷാവതാരം, ലീലാവതാരം, ഗുണാവതാരം, മന്വന്തരാവതാരം, യുഗാവതാരം, ശക്തിയാവതാരം. ഇങ്ങനെ 6 അവതാരങ്ങളുണ്ട്. പിന്നെ ഭഗവാൻ സ്വന്തം ആയിട്ട് അവതരിക്കുന്നുണ്ട്, പരോക്ഷമായിട്ട് അവതരിക്കുന്നുണ്ട്. ജീവസത്തുകൾ ഭഗവാൻ തന്നെ. വിശേഷാവതാരം ഭഗവാൻ തന്നെയാണ്. അനന്താവതാരം ഭഗവാൻ തന്നെയാണ്. കുമാരന്മാര് പരോക്ഷാവതാരമാണ്. നാരദൻ പരോക്ഷാവതാരമാണ്. അതുപോലെ തന്നെ സത്യയുഗം 4 അവതാരങ്ങൾ, യുഗാവതാരങ്ങളുണ്ട്. സത്യയുഗത്തിന് വെള്ള നിറവും, ത്രേതായുഗത്തിന് ചുവപ്പ് നിറവും, ദ്വാപരയുഗം കറുപ്പ് നിറവും, കലി മഞ്ഞ നിറത്തിലുമാണ് അവതരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പല പല അവതാരങ്ങൾ, ഒരുപാട് അവതാരങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത അവതാരങ്ങൾ, അത്ര അവതാരങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അംശാവതാരം, ഗുണാവതാരം, ശക്തിയാവേശാവതാരം, സ്വയം പ്രത്യക്ഷപ്പെടുന്ന പ്രകാശവിലാസങ്ങൾ, ഇങ്ങനെ പല പല അവതാരങ്ങളുണ്ട്. എത്രയൊക്കെ എണ്ണിയാൽ ഒടുങ്ങാത്ത അവതാരങ്ങൾ നമ്മുടെ ഭൂമിയിൽ കാലാകാലങ്ങൾ ഭഗവാൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവതാരങ്ങളുടെ ഏത് അവതാരമായാലും ശരി, ആ അവതാരങ്ങളുടെ ഒറ്റ സ്രോതസ് ഭഗവാൻ കൃഷ്ണൻ, പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണൻ തന്നെയാണെന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നത്.
ഹരേ കൃഷ്ണ. ഇത്രയൊക്കെ ഉള്ളു. ഇത്രയൊക്കെ തൽക്കാലം വിവരിക്കാനുള്ളൂ. സമയമാവുന്നു. ഹരേ കൃഷ്ണ. മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിർത്താം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. നന്നായിരുന്നു ക്ലാസ്. മാതാജി ഉണ്ടോ? പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സ്വഭാവ ഗുണങ്ങൾ 1068 കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ, അത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സാധിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി ഇല്ലായിരിക്കും. കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇരുപത്താറ് പേരുണ്ട്. 26. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ക്ലാസ് തീർന്നു. ഇനി നിർത്തുമല്ലേ? ഓ. എല്ലാ ഭക്തജനങ്ങൾക്കും സാദര പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപേക്ഷ കൃപാസിന്ധുഭ്യോ പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.